കോൾ ചെയ്ത് രാത്രി എന്നോട് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ സംസാരിക്കുന്നത്. സംഘികളോട് മാത്രം പോലെ ആൾക്കും വേണം എന്നുള്ള തരത്തില്. ഒരു പെണ്ണിനെ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയൊരു മുസ്ലിം സ്ത്രീ കമറുന്നീസ കാടാമ്പുഴ. അവർ BJP വേദികളിലൊക്കെ നിറസാന്നിധ്യമാണ്. കുംഭമേളയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രാത്രിയൊക്കെ ഫോൺ വിളിച്ചിട്ട് അവരോട് ചോദിക്കുക, നീ സംഘികൾക്ക് മാത്രമേ കൊടുക്കൂ, ഞങ്ങൾക്ക് തരില്ലേ എന്ന്. അത്തരത്തിൽ വളരെ മോശമായുള്ള കാര്യങ്ങളാണ് അവരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ കുംഭമേളയെക്കുറിച്ച് ഏഷ്യനെറ്റിലെ സിന്ധു സൂര്യകുമാർ പറഞ്ഞ കാര്യങ്ങൾ അവർക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കുംഭമേളയിൽ ഒരു മുസ്ലിം സ്ത്രീ പോയാൽ എന്താണ് പ്രശ്നം? കുംഭമേളയിൽ ഒരു മുസ്ലിം സ്ത്രീ പോയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിൽ തന്നെ കാണാം. ഒന്ന്, ഇവരുടെ മതപരമായിട്ടുള്ള വിലക്ക് അതിനുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലോ കാര്യങ്ങളിലോ പങ്കെടുക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഹറാമാണ്. നമ്മുടെ ഓണാഘോഷം, വിഷു ആഘോഷം തുടങ്ങി കേരളത്തിന്റെ ദേശീയ ആഘോഷങ്ങളെന്ന് നമ്മൾ പറയുന്ന ഒരു സാംസ്കാരിക കാർഷികോത്സവം എന്ന് പറയുന്ന, പക്ഷെ അതൊരു ഹിന്ദു ആചാരമാണ്, ഹിന്ദു ഉത്സവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ വിലക്ക് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗം ഒന്നാണ് ആ ഒരു ഈ ഉസ്താദുമാരുടെയും പല ആളുകളുടെയും ഒക്കെ ഈ പ്രചാരണവും സംഭാഷണങ്ങളും ഒക്കെ മൂലം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത ആ ഒരു രംഗത്താണ് പിടിമുറുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വാമിയുടെ പോസ്റ്റ് കണ്ടു. റമദാൻ മാസമാണ് വരുന്നത്. റമദാൻ എന്നുള്ളത് മുസ്ലിം മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അത് നോമ്പൊക്കെ എടുത്തിട്ട് നമുക്ക് യാതൊരു കാര്യവും നമ്മുടെ മതപരമായി കിട്ടാനില്ല, ആരും അതെടുത്ത് ഈ വലിയ ഷോ കാണിക്കാനൊന്നും പോവേണ്ടതില്ല എന്ന് ആ സ്വാമി പറയുന്നത് കണ്ടു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റിനാണുള്ള കാരണം, കുറച്ച് നാളുകളായി ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്ന മുസ്ലിം സ്ത്രീകളോടൊക്കെ ഫത്വ ഇറക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ഞാനും ഇത് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയല്ലേ, കാര്യം എന്തുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സഹിക്കേണ്ട ആളുകളാണോ ഇപ്പുറത്തുള്ളത് എന്നൊരു ചോദ്യവും ചിന്തയും ന്യായമായും വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്ര ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിനെ ഞാൻ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ഭാഗമാണ്, അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ കമറുന്നീസ എന്ന് പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, BJPയുടെ ഈ സഹസംഘടനകളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അവര് ഈ ചില BJPയുടെ ആശയധാരയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല മുസ്ലിമായി ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ മതപരമായി കാര്യങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മതം അവരെ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. ഇത് ഒരു രാഷ്ട്രമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വസിക്കാനും എൻ്റെ മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് നോമ്പെടുക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ഞാൻ നോമ്പെടുത്താൽ എനിക്കൊരു പ്രശ്നവും വരാനില്ല. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൽ കൈകടത്താൻ ഒരു മതത്തിനും ഒരു മതവാദികൾക്കും അധികാരമില്ല എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അത് തന്നെയാണ് കമറുന്നീസയുടെ കാര്യത്തിലുള്ളത്. അവർക്ക് കുംഭമേളയിൽ പോയി മുങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി മുങ്ങാം. അതിന് മതമേലധ്യക്ഷന്മാരുടെ അനുമതി വാങ്ങേണ്ട കാര്യം ഇന്ത്യ രാജ്യത്തില്ല. ഇത് അറബ് രാജ്യമല്ല, ഇത് ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ അല്ല, ഇത് ബംഗ്ലാദേശ് അല്ല, അഫ്ഗാൻ അല്ല, അതുപോലെ തന്നെ ഈ പറയുന്ന യമനോ അതുപോലെ ഇറാനോ ഒന്നും അല്ല. അത് ആദ്യം ഇവർ മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ മത നിയമമാണ്. അത് മതഭരണമുള്ള സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി. ഇവിടെ പറയേണ്ട കാര്യമല്ല. ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണ്. നായികയ്ക്ക് 40 വട്ടം നരേന്ദ്രമോദി ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി ഇത് ജനാധിപത്യം നശിപ്പിക്കുന്നേ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഇവരുടെ മതത്തിലേക്ക് വരുമ്പോൾ ജനാധിപത്യം ഇല്ലായ്മ പറയുന്നത്. ഒരു സ്ത്രീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ധന്യ ഒരു മുസ്ലിം സ്ത്രീയാണ്, ധന്യ പുറത്തിറങ്ങി ഒരു സുഹൃത്തിനോടൊപ്പം അല്ലെങ്കിൽ ആണുങ്ങൾ പോകുന്ന ഒരു ജിമ്മിൽ പോയി ധന്യക്ക് അക്സസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി പൊതുസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണുന്ന വിധത്തിൽ ധന്യക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ല. ധന്യ സ്ത്രീകളോട് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. 2, ധന്യ പുറത്തിറങ്ങി ഒരു ജോലിക്ക് പോവുകയാണെങ്കിലോ ധന്യ പുറത്തിറങ്ങി വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിലോ അത് ധന്യയുടെ ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് കാന്തപുരവും അതുപോലെ തന്നെ സഖാഫി പുഴക്കാട്ടിരിയും ഒക്കെ പറയുന്നത്. ഇത് ഞങ്ങളുടെ മത നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ സോഷ്യൽ മീഡിയയിൽ ഒരു പറ്റം സുഡാപ്പികൾ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാംസ്കാരിക നായകരും ദളിത് ആക്ടിവിസ്റ്റുകളൊന്നും വായിൽ പഴം തിരികെ മിണ്ടാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കട്ടെ, ധന്യ ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ധന്യക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇല്ല, പറ്റില്ല. പക്ഷെ ധന്യയുടെ ബേസിക് ആയിട്ടുള്ള അവകാശമാണ് ഒരു ജോലി ചെയ്യുക, ജീവിക്കുക എന്നുള്ളത്. അത് മൗലിക അവകാശമല്ലേ? മൗലിക അവകാശമാണോ മതാവകാശമാണോ വലുത്? മൗലിക അവകാശമാണ്. മൗലിക അവകാശത്തിനാണ് ഭരണഘടന പ്രാധാന്യം കൊടുക്കുന്നത്. ആ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യാൻ എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് ഈ പറയുന്ന മതപുരോഹിതന്മാർക്കുള്ളത്? ഇനി എന്ത് നിയമപരമായ അവകാശമാണ് ഈ മതപുരോഹിതന്മാർക്കുള്ളത്? ഇവർക്കൊന്നുമില്ല.
അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഇവിടെ ഖമറുന്നീസ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസം, എൻ്റെ ആചാരം, ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ എൻ്റെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അതെൻ്റെ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് തോന്നി ഞാൻ അമ്പലത്തിൽ പോകും. അവർ തടയുന്നില്ലെങ്കിൽ, അവരുടെ മതവിശ്വാസ പ്രകാരം അവർ തടയുന്നില്ലെങ്കിൽ ഞാൻ പോകും. രണ്ടാമത്തത് കുംഭമേളയിൽ പോവും ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പോകും. അത് അവർ തടയുന്നില്ലെങ്കിൽ ഞാൻ പോകും. ഓക്കെയാണ്. മറ്റൊരാളുടെ സ്ഥലത്തേക്ക് എനിക്ക് പോകണം തോന്നി അവിടെ പോകുമ്പോൾ മറ്റൊരാൾ തടഞ്ഞില്ലെങ്കിലല്ലേ എനിക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവർ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നീ സംഖ്യകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവരുടെ പ്രശ്നം കിട്ടലാണ്. മനസ്സിലായില്ലേ? അതായത് ആരെ എന്ത് ചെയ്താലും ഇതുമില്ല, ഇതെവിടെയുണ്ട് തപ്പി നടക്കലാണ് ഇവരുടെ പരിപാടി. പണ്ട് മുതലേ പറയുന്നൊരു കാര്യമുണ്ട്, ചില വെളിച്ചെണ്ണ പ്രയോഗങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് ഈ പറയുന്ന പോലെ മദ്രസയിലെ പീഡനത്തെ പറ്റി പറയാറുണ്ട്. ഈ ചിന്ത മാത്രമാണ് ഒരു പറ്റം സുഡാപ്പികൾക്കുള്ളത് എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തത് ധന്യ പറഞ്ഞ സിന്ധു സൂര്യകുമാറിന്റെ വിഷയമായി ബന്ധപ്പെട്ട്, സിന്ധു സൂര്യകുമാർ ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കളുടെ വലിയ ഉത്സവമായിട്ടുള്ള വലിയ ആചാരമായിട്ടുള്ള കുംഭമേളയെ പറ്റി പറയുന്നത് ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കുംഭമേളയ്ക്ക് പോയി എന്നുള്ളതാണ്. അതിന് സിന്ധു സൂര്യകുമാറിന് എന്താ പ്രശ്നം? സിന്ധു സൂര്യകുമാറിന്റെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ അവർ കുംഭമേളയ്ക്ക് പോയത്? അല്ലെങ്കിൽ എല്ലാവരും നിരന്നു നിന്ന് സിന്ധു സൂര്യകുമാറിന്റെ വീട്ടിൽ പോയിട്ട് രാവിലെ തന്നെ പോയിട്ട് ഒരു 500 രൂപ തരണം, ഞങ്ങൾ കുംഭമേളയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ റൂം ബുക്ക് തരണം, ഞങ്ങൾ കുംഭമേളയ്ക്ക് പോവുകയാണ്? സിന്ധു സൂര്യകുമാറിന്റെ ജോലിക്കാരി ആരെങ്കിലും ആണോ ഈ കുംഭമേളയ്ക്ക് പോയത്? അല്ലല്ലോ. ഇതൊന്നുമല്ല. പറഞ്ഞത് എനിക്ക് അതിൽ ചോദിക്കാനുള്ളത്, കേരളത്തിൽ 100% ലിറ്ററസി ഉണ്ട്, പിന്നെ ബോധമുള്ള സംസ്കാരമുള്ള വിവരമുള്ള ആൾക്കാരാണ്. ഇവരെങ്ങനെയാണ് പിന്നെ കുംഭമേളയ്ക്ക് പോയതെന്ന് ചോദിക്കുന്നു. ഈ 100% ലിറ്ററസി ഉള്ളിടത്ത് നല്ലേ ഹജ്ജിലേക്ക് ചെകുത്താനെ കല്ലെറിയാൻ വിമാനം പിടിച്ച ആളുകൾ പോകുന്നത്? അപ്പൊ അവർക്ക് ബുദ്ധിയില്ല എന്നാണോ സിന്ധു സൂര്യകുമാർ ഉദ്ദേശിച്ചത്? അല്ല, അത് പറയാൻ സിന്ധു സൂര്യകുമാറിന്റെ നട്ടലില്ല. കാര്യം എന്താ വെച്ചാൽ സിന്ധു സൂര്യകുമാറിന് ഹജ്ജിനെ വിമർശിക്കാൻ നട്ടല്ല. ആ നട്ടൽ ആ സമയം ഒടിഞ്ഞിട്ട് പോലെ നിൽക്കും. അതിന് വേറൊരു വേർഡാണ് പറയേണ്ടത്, അത് ഞാൻ പറയുന്നില്ല. കാര്യം അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നൊരു തുല്യമാണ്. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാനത് പറയില്ല. പക്ഷേ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള മാധ്യമ പ്രവർത്തകരായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കാര്യം കുംഭമേള എന്ന് പറയുന്നത് സിന്ധു സൂര്യകുമാർ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ യോഗിയുടെയോ മോദിയുടെയോ ഭരണകാലത്ത് തുടങ്ങിയ ഒരു കാര്യമല്ല. പതിറ്റാണ്ടുകളായി, നൂറുകണക്കിന് വർഷങ്ങളായി വരുന്ന ഒരു സാധനമാണ്, ഒരു കാര്യമാണ്, ഒരു ആചാരമാണ് കുംഭമേള എന്ന് പറയുന്നത്. ദശലക്ഷക്കണക്കിന് സന്യാസിമാർ വന്ന് പങ്കെടുക്കുന്ന ഒരു സ്ഥലം. ഇപ്രാവശ്യം കുറച്ചുകൂടി അത് ജനകീയമായി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കുംഭമേളയെ പറ്റി എന്ത് കാര്യത്തിനാണ് സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്? നമുക്കിവിടെ മതവിശ്വാസ സ്വാതന്ത്ര്യമില്ലേ? മതവിശ്വാസപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് എൻ്റെ മതം പ്രചരിപ്പിക്കാനും മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സിന്ധു സൂര്യകുമാറിനെയോ അവരുടെ ആരെയെങ്കിലെയോ ഈ പറയുന്ന ആരും പോയിട്ട് ശല്യപ്പെടുത്തിയില്ലല്ലോ. എനിക്ക് കുംഭമേളയ്ക്ക് പോകണം, ഇന്നത് കാര്യം നിങ്ങൾ വാങ്ങിത്തരണം, എനിക്ക് സാരി ഇല്ല, കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി സാരി വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് സിന്ധു സൂര്യകുമാറിനെ ഫോൺ ചെയ്തു ആരെങ്കിലും? ഇനി അതല്ല, സിന്ധു സൂര്യകുമാറിന് അവരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചോ? ഒന്നുമില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു സുഡാപ്പി രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു എന്താ പറയുക, ഒരു നെറേഷൻ അല്ലെങ്കിൽ ഒരു തന്ത്രപ്പാട്, അതാണ് സിന്ധു സൂര്യകുമാറിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതൊരിക്കലും ശരിയല്ല. മാത്രമല്ല, ഇതെങ്ങാൻ ഒരു പക്ഷേ ഹജ്ജിനെതിരെയാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞിരുന്നെങ്കിലോ? ആലോചിച്ചിട്ടുണ്ടോ ധന്യ? ഇവിടെ എന്തായിരിക്കും സംഭവം? നുപൂർ ശർമ്മയെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, നുപൂർ ശർമ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, നബിയെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നുപൂർ ശർമ്മയ്ക്കെതിരെ ഇവിടെ ഡിവൈഎഫ്ഐക്കാരടക്കം പോസ്റ്റ് ഇട്ടു. അവരെ വധിക്കുമെന്ന് പറഞ്ഞു. അവരെ വധിക്കുമെന്ന് പറയാനുള്ള എന്ത് അവകാശമാണെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചാരും പോസ്റ്റ് ഇട്ടിട്ടില്ല. ഈ സിന്ധു സൂര്യകുമാറിനെതിരെ എന്തുകൊണ്ടാ ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കെതിരെ പറഞ്ഞു എന്നുകൊണ്ട് പറഞ്ഞ് ഒരു ആളുകളും പോസ്റ്റ് ഇടുന്നത് കാണുന്നില്ലല്ലോ. കാരണം ഹിന്ദുവിടെ വോട്ട് ബാങ്ക് അല്ല, ഹിന്ദുവിനെതിരെ എന്തും പറയാം. ഇത് പറയിപ്പിക്കുന്നത് സിന്ധു സൂര്യകുമാറിനെ പോലെയും അടുപ്പുകൂട്ടി ചർച്ചക്കാരെ പോലെയുള്ള ആളുകളാണ്. പറയിപ്പിക്കുകയാണ്, വായിൽ കോലിട്ട് കുത്തി പറയിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ ആരെങ്കിലും ഇത് പറയായിരുന്നോ? ഇതൊക്കെയാണ് ഇവരുടെ ഒരു സ്വാഭാവികമായ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് സിന്ധു സൂര്യകുമാർ അത് 8 മടക്കി പോക്കറ്റിൽ വെച്ച് ഏഷ്യാനെറ്റിൽ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് പോയി മര്യാദയ്ക്ക് ചോറുണ്ട് കിടക്കുന്നതാണ് സിന്ധു സൂര്യകുമാറിന് നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.